ഞങ്ങൾ മൂന്നാം ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പപ്പും പൂരിയാണ്. എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. അടിപൊളി പൂരിയും അപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. ഇനിയും കുറേ കലാപരിപാടികളും സ്വാമിമാരുടെ പ്രഭാഷണങ്ങളും എല്ലാം കേൾക്കാനുണ്ട്. We have to stick on to time. In life, that is words I have to give to you, not actions. The most valuable resource in our life is time. So 9 o'clock means 9 o'clock, not 9:01. 11:30 means 11:30. Oh. ദയവേത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളൊക്കെ ഏകദേശം ഇതിനോട് അടുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചടങ്ങ് നമുക്ക് നടത്താം. അവര് ദിവസങ്ങളായി പഠിച്ചു എങ്ങനെയുണ്ട് മാളു ഫുഡ്? എന്തൊക്കെയുണ്ടെന്ന്? ലഞ്ച് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അമ്മുവിൻ്റെ ഫാൻസി ഡ്രസ്സിൻ്റെ ഫസ്റ്റ് പ്രൈസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നത്. അമ്മു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൾ ഓടിപ്പോയി അത് സമ്മാനം മേടിച്ചു. ഫാൻസി ഡ്രസ്സിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷം. സൂപ്പർ അമ്മു. എടാ ഇത് കാണിച്ചേടാ. അമ്മുവിന് ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിനും ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളതും അതിൻ്റെ പ്രൈസും കളക്ട് ചെയ്തു. ലഞ്ച് സാമ്പാർ റൈസ് ഉണ്ട്, ചപ്പാത്തി, പൊട്ടറ്റോ, അടിപൊളി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസം നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വിജയ് നായരും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ലഞ്ച് കഴിക്കുന്നു. അപ്പോൾ ലഞ്ചിനൊപ്പം നമുക്ക് സാമ്പാർ റൈസ്, പൊട്ടറ്റോ എല്ലാം ഉണ്ട്. ഇത് രവിവർമ്മ ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു. ഇത് നല്ലൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. വൈകിട്ടത്തെ ചായക്ക് സുഖിയൻ, ദിൽപസന്ത്, പിന്നെ സമോസ അല്ലേ? സമോസ, സുഖിയൻ, പിന്നെ ദിൽപസന്ത് സുഖിയൻ. വൺ സെറ്റപ്പ്. ഇത് സുഖിയൻ, ഇതാണ് സുഖിയൻ. ഇത് സുഖിയൻ. ദിൽപസന്ത്. പിന്നെ നമുക്കിവിടെ സമോസ ഉണ്ട്. വൈകുന്നേരത്തെ ചായ നമ്മൾ അടിച്ചു പൊളിക്കാണ്. ഡേ 3 സെറ്റ്. ഇത് ഫുള്ള്.
ഇപ്പോൾ നമ്മൾ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി രാത്രിയിൽ നമുക്ക് ഈ DJ നൈറ്റ് ഉണ്ട്, ഉണ്ണിമേനോൻ്റെ ഗാനമേളയുണ്ട്, ഇന്ന് കലാശക്കൊട്ടാണ്. അപ്പോൾ നമ്മളിന്ന് തകർക്കും. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇതെല്ലാം സൂപ്പർ പരിപാടികളായിരുന്നു. നമുക്ക് അമ്മുവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അമ്മു, എങ്ങനെയുണ്ട് പ്രോഗ്രാമെല്ലാം? ഉത്സവം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അമ്മുവിന് എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയല്ലോ, പ്രൈസ് ഒക്കെ കിട്ടിയല്ലോ. എന്തിനൊക്കെയാ പ്രൈസ് കിട്ടിയത്? I got first place for story writing and I got first place for Wow, you got two first prizes? Yeah. Oh, excellent. Keep it up. മന്ത്രയിലെ പ്രോഗ്രാമെല്ലാം നല്ല സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാമായിരുന്നെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമിലൊന്നാണ് ഇത്, ഈ വീരാങ്കന. അതായത് നമ്മളെ പുരാണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെ എടുത്തിട്ട് ഒരു നാരി ശക്തി കോൺസെപ്റ്റിലൂടെ കൊണ്ടുവന്നിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷണൽ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോൾ ഞങ്ങൾ ഷാർലറ്റ് ടീമെല്ലാം കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ. ഇത് ഞങ്ങൾ ഷാർലറ്റിൽ നിന്ന് പോയവരെല്ലാം കൂടെ നിന്നിട്ടൊരു ഫോട്ടോ സെഷനായിരുന്നു. തുടങ്ങിയോ? കണ്ണാടിയിൽ നീ അടുത്ത് വയ്ക്കും. കുറച്ച് മതിയോ? കുറച്ച് മതിയോ? വേണോ? കുറച്ചുകൂടെ വേണോ? മതിയല്ലോ. ആളുവിനായിരുന്നു ഇന്നലെ നടന്ന ഭരതനാട്യത്തിൽ സെക്കൻഡ് പ്രൈസ്. അപ്പോൾ അവളത് സ്റ്റേജിൽ പോയി കളക്ട് ചെയ്തു. സമ്മാനം ഭരതനാട്യം സെക്കൻഡ് പ്രൈസ്. സൂപ്പർ നൈസ്. ഡോക്ടർ ഗീത മേനോൻ, ഗീത ചേച്ചി. Please welcome the great musician, Sri Unni Menon. മന്ത്രയുടെ ഹിന്ദു ഗ്ലോബൽ കൺവെൻഷന് എത്തിയിട്ടുള്ള എല്ലാവർക്കും സുസ്വാഗതം. സ്നേഹ നമസ്കാരങ്ങൾ. ചെയ്യുവാനെന്തു
താമസം കൃഷ്ണ കഴലിന് കൈ തൊഴും കൃഷ്ണ. Please bear with me. Correct it. Thank you so much. Thank you. Once again. ഉണ്ണിമേനോൻ ഞങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഞങ്ങളൊപ്പം പാട്ട് പാടി ഡാൻസ് കളിച്ചു. ഒരു ഭയങ്കര ഒരു എനർജറ്റിക് ഒരു പെർഫോമൻസ് ആയിരുന്നു ഉണ്ണിമേനോൻ്റെ. ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു അത്.
ഹലോ ഗൈസ്, അപ്പം 3 ദിവസത്തെ ഉത്സവം നമ്മൾ അടിച്ചു പൊളിച്ചു. ഇപ്പോൾ 3-ാമത്തെ ദിവസം രാത്രി ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. നാളെ കൊടിയിറങ്ങും. ഓക്കെ, നമ്മൾ 3 ദിവസം പോയതറിഞ്ഞില്ല. പാട്ടും ഡാൻസും പഞ്ചാരിമേളവും കഥകളിയൊക്കെ ആയിട്ട് ശരിക്കും നാട്ടിൽ പോയ ഒരു ഫീലായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളെല്ലാവരും അടുത്ത കൺവെൻഷനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.